ശ്ലോകം 10. വളരെയധികം കഥകൾ സംഗ്രഹിച്ച ഒരു ശ്ലോകമാണ്. ഐളഹ, ഇളയുടെ പുത്രൻ ഐളൻ. വൈവസ്വത മനുവിൻ്റെ ഒരു കഥയാണ് എന്ന് പറയാം. വൈവസ്വത മനു ഇപ്പോഴത്തെ മനുവാണ്, 7ാമത്തെ മനു. വിവസ്വാൻ്റെ പുത്രനാണ്, സൂര്യൻ്റെ പുത്രൻ. വിവസ്വാൻ്റെ പുത്രനായതുകൊണ്ട് വൈവസ്വതൻ, മനു ആയതുകൊണ്ട് മനു, വൈവസ്വത മനു. ശരിയായിട്ടുള്ള പേര് ശ്രാദ്ധദേവൻ. ശ്രാദ്ധദേവൻ. ഭാര്യയുടെ പേര് ശ്രദ്ധ, ശ്രദ്ധാദേവി. കുട്ടികളില്ല. അപ്പം അതിന് ഒരു യാഗം നടത്തി, പുത്രകാമേഷി നടത്തി. പുത്രകാമേഷി നടത്തുന്ന സമയത്ത് ശ്രദ്ധാദേവി ഭാര്യ വസിഷ്ഠ മഹർഷിയാണ് നടത്തുന്നത്. വിളിച്ചു പറഞ്ഞു, ഗുരു, എനിക്കൊരു പെൺകുട്ടിയാണ് വേണ്ടത് കേട്ടോ. ഓ, അതിനെന്താ, അത് ചെയ്യാമല്ലോ. അങ്ങനെ അദ്ദേഹം മന്ത്രം ജപിച്ച് പെൺകുട്ടിയാണ് ജനിച്ചത്, ഇള. രാജാവോ, തനിക്ക് രാജ്യം ഭരിക്കാൻ ആൺകുട്ടി വേണം. എന്താ ഗുരു ഇങ്ങനെ സംഭവിച്ചത്? അയ്യോ, അങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് പറ്റിയാണ്. നമുക്കിപ്പോൾ മാറ്റാമല്ലോ. വീണ്ടും മന്ത്രം ജപിച്ച് മാറ്റി. ആ ഇളയെ ആൺകുട്ടിയാക്കി. പേര് സുദ്യുമ്നൻ. സുദ്യുമ്നൻ. അങ്ങനെ വലുതായി, രാജാവായി. സുദ്യുമ്നൻ സൈന്യത്തോടുകൂടി നായാട്ടിനായി പുറത്തേക്ക് ഇറങ്ങി. ഒരു വനത്തിൽ പ്രവേശിച്ചു. ഇളാവൃതം എന്ന് പറയുന്ന ഒരു വനം തന്നെയാണത്. ആ വനത്തിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവരും സ്ത്രീവേഷമായി. സുദ്യുമ്നൻ മാത്രമല്ല, കൂടെ വന്ന സൈന്യങ്ങൾ എല്ലാവരും സ്ത്രീകളായി. കുതിരകൾ പെൺകുതിരകളായി എല്ലായി. ആദ്യമൊന്ന് ദുഃഖിച്ചു. പക്ഷെ കുറച്ചിങ്ങനെ പോകുമ്പോഴേക്ക് ചന്ദ്രൻ്റെ പുത്രൻ ബുധൻ അവിടെ ഇരുന്ന് തപസ്യയുണ്ട്. ബുധൻ ഇളയെ കണ്ടു. സുന്ദരിയായ ഇള. രണ്ടുപേരും കൂടി സംസാരിച്ച് വിവാഹം ചെയ്യണം. ഗാന്ധർവ വിവാഹം. അതിലൊരു കുട്ടിയുണ്ടായി. അതാണ് പുരൂരവസ്. പുരൂരവസ്. ഇങ്ങനെ 10-18 കൊല്ലം അവിടെ അങ്ങനെ ഇരുന്നു. കുട്ടി വലുതായി. പക്ഷെ അപ്പോഴാണ് ഇളയ്ക്ക് ദുഃഖം വന്നത്. ആണായിരുന്ന ഞാനിങ്ങനെ പെണ്ണായില്ലേ. വീണ്ടും വസിഷ്ഠൻ്റെ അടുത്ത് പോയി. വസിഷ്ഠൻ്റെ അടുത്ത് പോയി യാഗം ചെയ്തു. യാഗം ചെയ്തു വീണ്ടും ആണായി. ഐള. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അത് ഇരിക്കട്ടെ. അദ്ദേഹം ഭഗവാനെ ഭജിച്ച് എന്താ പറയുക, സുദ്യുമ്നൻ ജ്ഞാനം നേടി ഭഗവാനുമായി ഐക്യം പ്രാപിക്കുന്നു. അവർ രണ്ടാളുടെയും പുത്രനായ പുരൂരവസ്. ആ പുരൂരവസിൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐളഹ, ആ പുരൂരവസ്, പ്രാഗ് ഉർവശീം പ്രത്യതിവിവശമനാഹ. ഉർവശി നാരായണ ഋഷിയുടെ ഊരുവിൽ നിന്ന് വന്ന ആള്. ഇന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി എന്ന് പറയാൻ വേണമെങ്കിൽ അദ്ദേഹം അയച്ചതായ ആ സുന്ദരിമാരേക്കാൾ സുന്ദരിയായിട്ടുള്ള ഉർവശിയെ സൃഷ്ടിച്ച് കാമദേവൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. ആ ഉർവശിക്ക് ഒരു ശാപം. ഒരിക്കൽ ബ്രഹ്മാവ് ശപിച്ചതാണ്. നീ മനുഷ്യ സ്ത്രീയായിട്ട് പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ മനുഷ്യ സ്ത്രീയായിട്ട് ഉർവശി ഭൂമിയിൽ വന്നു. പുരൂരവസ് കണ്ടു. പുരൂരവസിന് ഇഷ്ടമായി.
ഒരു കരാറിൽ രണ്ടുപേരെയും വിവാഹം നടക്കുകയാണ്. ഉർവശിക്ക് 2 ആട്ടിൻകുട്ടികളുണ്ട്, അതാണ് മക്കൾ. ഈ 2 ആട്ടിൻകുട്ടികളെ മക്കളെ പോലെ നോക്കണം. ഞാൻ ഒന്നും അധികം ഭക്ഷിക്കില്ല, നെയ്യ് മാത്രമേ ഭക്ഷിക്കൂ, വേറെ ഒന്നും ഞാൻ ഭക്ഷിക്കില്ല. പിന്നെ നമ്മൾ തമ്മിൽ ജീവിക്കുമ്പോഴേ നിങ്ങളെ നഗ്നനായിട്ട് കാണാൻ പാടില്ല. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അങ്ങനെ സുഖമായിട്ട് കുറച്ചു കാലം കഴിഞ്ഞു. ഇന്ദ്രൻ അന്വേഷിച്ചു, എവിടെ? ഉർവശിയെ കാണാനില്ല. ഇപ്പോൾ ഉർവശിയാണ് അപ്സരസ്മാരിൽ ശ്രേഷ്ഠ. ഉർവശി മേനകരമ്പതിലോത്തമ. മറ്റുള്ളവരൊക്കെ താത്തിയിട്ട് ഉർവശി മുകളിൽ എത്തിയിരിക്കുകയാണ്. എതെവിടെ ഉർവശിയെന്ന് ചോദിച്ചു. അപ്പോൾ ഗന്ധർവന്മാർ പറഞ്ഞു, ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ഗന്ധർവന്മാർ അന്വേഷിച്ച് വന്നപ്പോൾ ഈ ആട്ടിൻകുട്ടികളെ കണ്ടു. രാത്രിയിൽ ഈ ആട്ടിൻകുട്ടികളെ 2നെയും പിടിച്ചുകൊണ്ട് പോയി. അവർ ആട്ടിൻകുട്ടികൾ കരഞ്ഞപ്പോൾ ഉർവശി ചാടി എണീച്ചു. അപ്പോൾ രാജാവും ചാടി എണീച്ചു. രാജാവ് അവരെ പിടിക്കാൻ പോയപ്പോൾ നഗ്നനായിട്ട് പോയി. ഇത് ഗന്ധർവന്മാരെ ഇടിമിന്നൽ വെച്ചിട്ട് കാണിച്ചു. ആട്ടിൻകുട്ടികളെ പിടിച്ച് വരുമ്പോഴേക്ക് ഉർവശി പോയി കഴിഞ്ഞിരിക്കുന്നു. അയിള പ്രാഗുർവശീം പ്രത്യതിവിവശമനാഹ. ആ ഉർവശിയോട് കൂടി ജീവിച്ചിട്ട് മതിയായില്ല. അതാണ് വളരെ ആ ഉർവശി കാമാസക്തനായി അദ്ദേഹം ഇരുന്നു. വീണ്ടും അനേകം യജ്ഞങ്ങൾ ചെയ്ത് ഉർവശി ലോകത്തിലെത്തി. അവിടെ ഉർവശിയുടെ കൂടെ വളരെ കാലം ഇരുന്നു. സേവമാനസ്ഥിരം താം. അങ്ങനെ വളരെ കാലം അവളെ അനുഭവിച്ചുകൊണ്ട് ഒടുവിൽ വൈരാഗ്യം വന്നു എന്നാണ് പറയുന്നത്. ഗാഠം നിർവിദ്യ. ഒടുവിൽ നിർവിണ്ണനായി, വിരക്തനായി. എന്നിട്ട് പാടി നടന്നു. എന്താ പാടിയത്? ഭൂയോ യുവതി സുഖമിതം ക്ഷുദ്രമേവേദികായൻ. ഈ യുവതിയിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് കിട്ടുന്ന സുഖം ക്ഷുദ്രമാണ്, നിസ്സാരമാണ് എന്ന് പാടിക്കൊണ്ട് നടന്നു. ഭഗവാനിൽ മെല്ലെ മെല്ലെ ഭക്തി വന്നു. ത്വൽഭക്തിം പ്രാപ്യ. ആ ഭഗവാനിൽ എന്തോ ആ പൂർവജന്മ സുഹൃതം കൊണ്ട് ഭക്തി ഉണ്ടായി. ആ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചും കഥകൾ കേട്ടും പൂർണ്ണ സുഖതരമചരൽ എന്തെന്നില്ലാത്ത ആനന്ദത്തോടുകൂടി, ബ്രഹ്മാനന്ദം തന്നെ പറയാം, ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് നടന്നു. നമുക്കുള്ള പാഠമാണ്. ത്വൽഭക്തിം പ്രാപ്യ. എപ്പോൾ ഭഗവാനിലുള്ളതായ ഭക്തി ഉണ്ടാവുന്നുവോ, മെല്ലെ മെല്ലെ വർദ്ധിക്കുന്നുവോ, പൂർണ്ണ സുഖതരം, ഏറ്റവും ആനന്ദം, സുഖം, അവിടെ ആനന്ദമാണ്, ബ്രഹ്മാനന്ദമാണ്. ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. തദ്വൽ. അതുപോലെ ഉദ്ധൂത സംഘം. ആസക്തിയെ, സംഘം ആസക്തി, ആ ആസക്തിയെ ഉദ്ധൂതം, കാറ്റത്ത് വെച്ച പഞ്ഞി പോലെ പറപ്പിക്കണം, നശിപ്പിക്കണം. ഉദ്ധൂത സംഘം. ഭക്തോത്തംസം ക്രിയാമാം. ഹേ ഗുരുവായൂരപ്പ, എന്നെയും അത്യന്തം കാമാസക്തനായിരുന്ന ആ പുരൂരവസനെ അങ്ങ് ഭക്തനാക്കിയില്ലേ, അതുപോലെ എന്നെയും ഭക്തോത്തംസം ക്രിയാമാം, ഭക്തന്മാരിൽ ഉത്തംസമാക്കി തീർക്കണമേ, അഗ്രേസരനാക്കി തീർക്കണമേ. പവനപുരപതേ. ഗുരുവായൂരപ്പ, പവനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ നാഥൻ,
സ്ഥൂലാർത്ഥം ഗുരുവായൂർ, സൂക്ഷ്മാർത്ഥം ഭവനൻ പ്രാണൻ, പ്രാണൻ്റെ പുരം ഈ ശരീരം, ആ ശരീരത്തിൻ്റെ പതി സൂക്ഷ്മാർത്ഥം നമ്മുടെ ആത്മാവ്, ഈ ശരീരത്തിൻ്റെ നാഥൻ ആത്മാവാണ്. പവനപുരവതേ ഹന്ത മേരുന്ധിരോഗൻ, എൻ്റെ രോഗങ്ങളെയൊക്കെ നിരോധിക്കണമേ. ഈ രോഗങ്ങൾ മൂലം എനിക്ക് അങ്ങയെ ഭജിക്കാൻ സാധിക്കുന്നില്ല, മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല, ചിത്തം ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നു. ധനമില്ലാത്തതായ ബ്രാഹ്മണന് അങ്ങ് ഭക്തിയെ നൽകി, ജ്ഞാനവും നൽകി. കാമാസക്തനായ പുരൂരവസന് അങ്ങ് ഭക്തിയെ നൽകി, എനിക്കും തരണേ. തദ്വത് അതുപോലെ, ഇത് രണ്ടും പോലെ ഉദ്ധൂത സംഘം, ഇതുമായുള്ളതായ പണത്തോടുള്ളതായ സംഘം, കാമത്തിനുള്ളതായ സംഘം, അത് രണ്ടും കളഞ്ഞ് ഭക്തോത്തം സംക്രിയമാം, എന്നെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാക്കി തീർക്കണമേ. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് രുന്ധിരോഗാൻ, രോഗങ്ങളെ നിരോധിക്കണമേ എന്ന് പറഞ്ഞ് നോക്കണു. എവിടേക്കോ നോക്കി നിൽക്കണം. ദശകം 96. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 9ാമത്തെ ശ്ലോകമാണ് ശ്രേഷ്ഠം. ആരും നമ്മുടെ ദുഃഖത്തിന് കാരണക്കാരല്ല. ന ഖലു മമ ജന കാലകർമ്മഗ്രഹാവ ചേതോമേ ദുഃഖഹേതു. മതി, അത്ര മതി. ഒരു ജനവും നമ്മുടെ ദുഃഖത്തിന് കാരണക്കാരല്ല. ഈ കാലം നമ്മളെ ദുഃഖിപ്പിക്കുന്നില്ല, ഗ്രഹങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നില്ല, നമ്മുടെ തന്നെ കർമ്മം നമ്മളെ ദുഃഖിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? കർമ്മം എല്ലാം ശരീരത്തിനുള്ളതാണ്, ജഡമായിട്ടുള്ള ശരീരത്തിനാണ്. ഞാൻ ചേതനായ ആത്മാവാണ്, എന്നെ ബാധിക്കുന്നില്ല. എന്നെ ആരാ ബാധിക്കണേ? ചേതോമേ ദുഃഖഹേതു, ഈ മനസ്സാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞ് ആ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗം ഭക്തി. ഭക്തിയോഗത്തിനെ ആശ്രയിച്ച് ശാന്തനാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.